എന്റെ ചേച്ചിയുടേതാണ്. അവരുടേതാണ് ഈ വീട്. ചേച്ചിയുടെ ഭർത്താവിന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റമായി. ചേച്ചിയും കൂടെ പോയി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകില്ല, ഉണ്ടാകരുത്. ഇത് അച്ഛനും അമ്മയുമാണല്ലേ? അതെ. നിനക്കാരുമില്ലേ? ഒരനിയനുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അവരുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ടീച്ചറോ ടൈപ്പിസ്റ്റോ എങ്കിലും ആയനെ. വസൂരി വന്നാണ് അച്ഛൻ മരിച്ചത്. 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി അമ്മയ്ക്ക് പനി വന്നു. ഞാൻ കുരുമുളക് തിളപ്പിച്ചു കൊടുത്തു. രാവിലെ ഞാൻ ഉണർന്ന് നോക്കിയപ്പോ അമ്മ മരിച്ചു കിടക്കുകയായിരുന്നു. ശവമടക്കാൻ എന്റെ കയ്യിൽ പണമില്ലാതിരുന്നത് കൊണ്ട് അമ്മയുടെ ശവം മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി. ഞങ്ങളുടെ കുടിലിൽ ഞാനും എന്റെ അനിയനും ഒറ്റയ്ക്കായി. അനിയൻ മുല കുടിക്കുന്ന കുഞ്ഞായിരുന്നു. വിശപ്പ് സഹിക്ക വയ്യാതെ അവൻ നിലവിളിച്ചു. അനിയനെ വാരിയെടുത്ത് ഞാൻ തോളിലിട്ടു. അവനെ ജീവിപ്പിക്കണമെന്ന് തോന്നി. എനിക്ക് ജീവിക്കണമെന്നും. ജീവിക്കാൻ വേണ്ടി ഞാൻ റോഡിലേക്ക് ഇറങ്ങി. സാറേ, വിശക്കുന്നു. എവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാലും എന്നും സന്ധ്യയ്ക്ക് ഞാൻ എന്റെ കുടിലെത്തുമായിരുന്നു. ഒരു കർക്കിടകത്തിൽ മഴയത്തും കാറ്റത്തും എന്റെ കുടിൽ തകർന്നു വീണു. എന്നാ മോനെ, ഇന്ന് മോനെ അച്ഛൻ വരുമ്പോ മോന് മുട്ടായി കൊണ്ടുവരും. ചേച്ചി, ഞങ്ങൾക്ക് വിശക്കുന്നു. വല്ലതും തരൂ ചേച്ചി. പോടി അവിടുന്ന്. ഈ കുഞ്ഞിനെങ്കിലും ഒരു പിടി ചോറ് തരൂ ചേച്ചി. പോടി അവിടുന്ന്. കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോഴാണോ വായി നോക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്നത്? നിന്റെ അനുജന് കൊടുത്തേക്ക്. നീ ഒന്നും കഴിച്ചില്ലേ? പോയി വല്ലതും കഴിച്ചിട്ട് വാ. എന്റെ ജീവിതം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പീഡികത്തിണ്ണകളിലുമായി. കൂലിപ്പണിയെടുക്കുന്ന പിള്ളേര് തണുപ്പുള്ള രാത്രികളിൽ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഞാൻ എപ്പോ ചീത്തയായെന്ന് എനിക്കറിയില്ല. എങ്ങനെ ചീത്തയായെന്നും. പ്രായമായ പെണ്ണാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു പെണ്ണ് കാത്തു സൂക്ഷിക്കേണ്ടത് എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഈ തൊഴിലുകൊണ്ട് എന്നെ ഇങ്ങനെ ജീവിക്കാനാക്കിയത് ദാമോട്ടനാണ്. എന്ത് കിട്ടിയടി? ഇടി പെണ്ണേ, ഏതായാലും നീ ചീത്തയാകുന്നു. എന്നാ പിന്നെ നല്ലവണ്ണം കാശ് വാങ്ങിച്ചിട്ട് ചീത്തയായിക്കൂടെ? ആരും തരുന്നില്ല ചേട്ടാ. അതെല്ലാം തരൂ, നമുക്ക് മേടിക്കാം. നീ വണ്ടിയിലോട്ട് കയറ്. കയറടി. ദാമുവേട്ടൻ എന്നെ മറിയച്ചേട്ടത്തിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. മരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു. എനിക്കതിന് കഴിയുന്നില്ല. എന്റെ അനിയന് വേണ്ടിയെങ്കിലും ഞാൻ ജീവിക്കണ്ടേ? കൊള്ളാവല്ലോടി, നീ ഇവനെയും വിളിച്ചോ? ആള് മോശമല്ലല്ലോ. ജയൻ,
തെറ്റിദ്ധരിക്കരുത്. ഇവള് പിന്നെ വേണ്ട 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 വേണ്ട, ഒരു വിശദീകരണവും വേണ്ട, എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഏതായാലും കാര്യം നടക്കട്ടെ. ഇതാ, ഞാനിപ്പോ ഇവിടെ വരരുതായിരുന്നു. ഐ എം സോറി. എടാ, മുൻവശത്തെ കഥമങ്ങ് അടച്ചേക്കടാ. ഛേ, ഇയാൾ ബാബുവിന്റെ കൂട്ടുകാരനാണോ? അതെ, ഇവൻ എൻ്റെ കൂടെ പഠിക്കുകയാണ്. ബാബു ഇയാളുടെ കൂടെ കൂട്ടുകൂടരുത്. എനിക്ക് ഇയാളെ അറിയാം. ഇയാൾ കുടിക്കുകയും ചെയ്യും. ശരി, രാജിപ്പിക്കോളൂ. രാജി ഇനി ഇവിടെ വരരുത്. പൊയ്ക്കോളൂ.